Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് പൂർണ്ണം. രാജ്യത്തെ 10ഓളം ട്രേഡ് യൂണിയനുകളിൽ പെട്ട തൊഴിലാളികളാണ് പണിമുടക്കിയത്. പണിമുടക്ക് പയ്യന്നൂരിലും പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു. കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കുക, MGNREGA പുനഃസ്ഥാപിക്കുക, സ്വകാര്യവൽക്കരണം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. CITU, INTUC, AITUC തുടങ്ങി 10ഓളം കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും കർഷക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് സമരം നടന്നത്. രാജ്യത്തുടനീളം 30 കോടിയോളം തൊഴിലാളികൾ സമരത്തിൽ പങ്കുചേർന്നു. കേരളത്തിൽ KSRTC, സ്വകാര്യ ബസ്സുകൾ, ടാക്സികൾ, ഓട്ടോറിക്ഷകൾ എന്നിവ നിരത്തിലിറങ്ങിയില്ല. ബാങ്കിംഗ് മേഖലയും പൂർണ്ണമായും തടസ്സപ്പെട്ടു. മിക്കവാറും സ്കൂളുകൾക്കും കോളേജുകൾക്കും പണിമുടക്കിനോടനുബന്ധിച്ച് അവധി പ്രഖ്യാപിച്ചിരുന്നു. ശബരിമല തീർത്ഥാടകരെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ആശുപത്രികൾ, പാൽ, പത്രം, ആംബുലൻസ് തുടങ്ങിയ അടിയന്തര സർവീസുകൾ മുടക്കമില്ലാതെ പ്രവർത്തിച്ചു. വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. പണിമുടക്ക് പയ്യന്നൂരിലും പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോന്താർ ചെറുവിച്ചേരി ഭൂദാനം മെക്കാഡം ടാറിംഗ് ചെയ്ത റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മെക്കാഡം ടാറിംഗ് ചെയ്ത കണ്ടോന്താർ ചെറുവിച്ചേരി ഭൂദാനം റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നമ്മൾ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര പുറപ്പെട്ടാൽ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തീകരിക്കുന്നത് കാണാൻ സാധിക്കും. നാഷണൽ ഹൈവേ പണി നടത്തുന്നതിനായി കേരളത്തിൽ വന്ന നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഓഫീസ് കൂട്ടി സ്ഥലം വിട്ടതായിരുന്നു. അപ്പൊ ഇനി നാഷണൽ ഹൈവേ ഒന്നും കേരളത്തിൽ നടക്കാനേ പോകുന്നില്ല എന്നായിരുന്നു പൊതുവെ ആളുകൾ ചിന്തിച്ചിരുന്നത്. 2016 ഞങ്ങള് അധികാരത്തിൽ വന്നപ്പോൾ നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് വലിയ പ്രാമുഖ്യം കൊടുത്തു. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ചെറുവിച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പരിപാടിയിൽ M വിജിൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപയാണ് മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. TV ചന്ദ്രൻ, K പത്മനാഭൻ, T സുലജ, VA കോമളവല്ലി, T രാജൻ, സുഭാഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി പയ്യന്നൂരിൽ CITUവിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നിരവധി പേർ പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി പയ്യന്നൂരിൽ CITUവിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം പെരുമ്പയിൽ സമാപിച്ചു. തുടർന്ന് പൊതുയോഗം നടന്നു. TI മധുസൂദനൻ MLA, C കൃഷ്ണൻ, PV കുഞ്ഞപ്പൻ,
പി സന്തോഷ്, വി ബാലൻ തുടങ്ങിയവർ പ്രകടനത്തിനും പൊതുയോഗത്തിനും നേതൃത്വം നൽകി. പ്രകടനത്തിലും തുടർന്നു നടന്ന പൊതുയോഗത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പഴയങ്ങാടി ചെറുകുന്ന മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത്. തൊഴിൽ കോഡുകളടക്കം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തൊഴിലാളി വർഗം ബുധനാഴ്ച അർദ്ധരാത്രി പണിമുടക്ക് ആരംഭിച്ചത്. പഴയങ്ങാടി മേഖലയിലെ കടകമ്പോളങ്ങൾ എല്ലാം അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ബസ്സുകൾ ഒന്നും നിരത്തിലിറങ്ങിയില്ല. റെയിൽവേ സ്റ്റേഷനിലും യാത്രക്കാരുടെ എണ്ണം കുറവായിരുന്നു. സംയുക്ത സമരസമിതി ചെറുകുന്ന, പഴയങ്ങാടി, കണ്ണപുരം മേഖലകളിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ചെറുകുന്ന തറയിൽ നടന്ന പൊതുയോഗം CITU പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി PK സത്യൻ ഉദ്ഘാടനം ചെയ്തു. ടി പുരുഷോത്തമൻ, A കൃഷ്ണൻ, TK ദിവാകരൻ, M കുഞ്ഞമ്പു, KV സുമേഷ്, T ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. അക്ഷരാർത്ഥത്തിൽ എന്താണോ പണിമുടക്കം പ്രഖ്യാപിക്കുമ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ നയിക്കാൻ, രക്ഷിക്കാൻ വ്യക്തമായ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂക്കേറിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തൊഴിലാളി വർഗത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ഒരിക്കൽ കൂടി ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ, കാലിക്കടവ്, ചെറുവത്തൂർ തുടങ്ങിയ ടൗണുകളിൽ ഏതാണ്ട് പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്നും പൊതുമേഖലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ നീളുന്ന ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ, കാലിക്കടവ്, ചെറുവത്തൂർ തുടങ്ങിയ ടൗണുകളിൽ ഏതാണ്ട് പൂർണ്ണമായിരുന്നു. പണിമുടക്കിയ പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പൊതുയോഗം RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ, സെക്രട്ടറിമാരായ KV ജനാർദ്ദനൻ, PA റഹ്മാൻ, HMS ജില്ലാ സെക്രട്ടറി VV വിജയൻ, CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി K കനേഷ്, K ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് M രാമചന്ദ്രൻ, TP ഉഷ, KV ശശി, TV കുഞ്ഞികൃഷ്ണൻ, TV ഉമേശൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പിലാത്തറ, മാതമംഗലം മേഖലകളിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പിലാത്തറ, മാതമംഗലം മേഖലകളിൽ പൂർണ്ണം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. രാജ്യത്തെ 10ഓളം ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികളാണ് പണിമുടക്കിയത്. പിലാത്തറ, മാതമംഗലം മേഖലകളിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പ്രവർത്തകർ പിലാത്രയിൽ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പ്രവർത്തകർ പിലാത്രയിൽ പ്രകടനം നടത്തി. പിലാത്ര കേന്ദ്രീകരിച്ചു നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ TV പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. EP ബാലകൃഷ്ണൻ, MV രാജീവൻ, AV രവീന്ദ്രൻ, രാമകൃഷ്ണൻ മാവില, P രാധാകൃഷ്ണൻ, KC തമ്പാൻ മാസ്റ്റർ, M രവീന്ദ്രൻ, M അനിൽകുമാർ, VV രാമചന്ദ്രൻ, MV സന്തോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ദേശീയ പണിമുടക്ക് കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്തുകളിലും പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ദേശീയ പണിമുടക്ക് കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്തുകളിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും മറ്റും മാറ്റമില്ലാതെ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഓണക്കുന്നിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രകടനത്തിൽ പങ്കാളികളായി.
ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഓണക്കുന്നിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഓണക്കുന്ന് AKG ഭവൻ പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പെരളം റോഡിൽ സമാപിച്ചു. P. കുഞ്ഞികൃഷ്ണൻ, അപ്യാൽ രാഘവൻ, AV ഗിരീഷ് കുമാർ, MV രാഘവൻ, TK സുരേന്ദ്രൻ മാസ്റ്റർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിരവധി പേർ പ്രകടനത്തിൽ പങ്കാളികളായി. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിത്ത് ബില്ല് പുനഃസ്ഥാപിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMS ഒഴികെയുള്ള തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സംഗീതവേദികളിലെ സ്വരമാധുരിയിൽ നിന്നും ഭൂമിക്കടിയിലെ നീർച്ചാലുകളുടെ തുടുപ്പിലേക്ക് ഒരു കലാകാരി നടത്തുന്ന യാത്ര ശ്രദ്ധേയമാകുന്നു. കലാഭവൻ ജോഷിയ എന്ന ഗായികയാണ് തന്റെ പ്രത്യേക സിദ്ധി ഉപയോഗിച്ച് ഭൂമിക്കടിയിലെ ജലസ്രോതസ്സുകൾ കണ്ടെത്തി ജനങ്ങൾക്ക് ആശ്വാസമേകുന്നത്. നമ്മൾ ഇന്നുള്ളത് പിലാത്തറ ഏഴിലോടാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് കലാഭവൻ ജോഷിയാണ്. ജോഷിയ കേരളത്തിൽ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരിയും അതിലുപരി ഭൂമിദേവി തന്റെ മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച വെള്ളത്തിന്റെ രഹസ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുമായ ഒരു ഗായിക കൂടിയാണ് ജോഷിയ. ജോഷിയെ പരിചയപ്പെടാം. സ്വാഗതം ജോഷിയ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പൊ നല്ല വിശേഷം, സുഖം. അപ്പൊ എനിക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഭൂമിക്കടിയിലെ ഈ ജലത്തിന്റെ സാന്നിധ്യം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് എൻ്റെ അച്ഛന് ആദ്യകാലങ്ങളിൽ ഈ കുഴൽക്കിണറിൻ്റെ പണിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അച്ഛൻ്റെ കൂടെ ഇത് ജലത്തിൻ്റെ ഇത് നോക്കാൻ വേണ്ടി വരുന്നത് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു എൻജിനീയർ ആയിരുന്നു. അപ്പോൾ ഞാനത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുമായിരുന്നു. എനിക്കെന്തോ അതിനോട് ഭയങ്കര താല്പര്യം. പിന്നെ എൻ്റെ അച്ഛന് അതും കൂടുതലായിട്ട് അറിയാം, എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളെ പറ്റിയുള്ള ഒരുപാട് അറിവുകൾ അച്ഛനുണ്ട്. അപ്പോൾ അച്ഛനും രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. ഇപ്പൊ ഈ മേഖലയിൽ കുറെ വർഷമായോ? ഈ മേഖലയിൽ ഏകദേശം ഒരു 25 വർഷം കഴിഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് തോന്നി എണ്ണാൻ പറ്റില്ല. ഒരു 10,000-ലധികം കിണറിന് ഞാൻ സ്ഥാനം ഇതിനോടകം തന്നെ നിർണയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു 99% സക്സസ് ആയിരുന്നു. പച്ച ഇറുക്കിൽ കൊണ്ടാണ് ജലം എവിടെയാണെന്ന് കണ്ടെത്തുന്നത്. 2 പച്ച ഇറുക്കിൽ മാത്രം മതി. അതായത് ഭൂമിക്ക് ഉള്ളിലുള്ള ജലത്തിൻ്റെ ആ ഒരു ഉറവ, എല്ലാ ഭാഗത്തും ആ ഉറവ ഉണ്ടാവില്ല. ആ ഉറവ നമ്മളെ ഈ കയ്യിലെ ഞരമ്പ് വേണ്ട, അപ്പോൾ ഈ ഒരു ഞരമ്പ് കട്ട് ചെയ്താൽ നല്ലോണം ബ്ലഡ് പുറത്തേക്ക് വരും. ഇവിടെ കട്ടായാൽ കുറച്ച് മാത്രമേ വരൂ. അതുപോലെ തന്നെയാണ് ഭൂമി കിടക്കുന്നത്. അതായത് ആ ഉറവ നോക്കി നമ്മൾ അവിടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് നല്ല വെള്ളം കിട്ടും. അത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം ഞാനത് കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ ഒരു കുഴൽക്കിണറുണ്ട്. ഞാൻ തന്നെയാണ് ഇതിൻ്റെ സ്ഥാനം നിർണയിച്ചത്. ഈ നാട്ടിൽ ഇപ്പോൾ ഈ ഏലോട് പറയുന്ന സ്ഥലത്ത് ഒരു 3/4 ഭാഗം ഞാൻ തന്നെയാണ് നോക്കിയത്. ഏലോട് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ എണ്ണാൻ പറ്റില്ല, അത്രയധികം ഞാൻ നോക്കി. ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, എന്നാലും ഞാൻ ഒരുപാട് 25 വർഷമായില്ലേ. ആദ്യകാലങ്ങളിൽ ഞാനിതിന് ഒരു പ്രതിഫലം വാങ്ങാതെയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം തന്നെ ഞാനൊരു 20 കിണറിനൊക്കെ സ്ഥലം നിർണയിച്ചു കൊടുത്ത ദിവസങ്ങളുണ്ട്. കാരണം ഞാൻ ആ പ്രതിഫലമല്ല ഞാൻ ആഗ്രഹിച്ചത്. അതേ കാലങ്ങളിൽ ഞാനത് പഠിച്ചെടുക്കുക, എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളും ഞാനത് പഠിക്കുക, മണ്ണിനെ പറ്റി പഠിക്കുക, ഇതെങ്ങനെയാണെന്ന് പഠിച്ച ആ ഒരു വിശ്വാസം, അത് ഉറപ്പാണ് എനിക്കത് പറ്റുന്നുണ്ട്. നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഇതിൻ്റെ പ്രതിഫലം വാങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇത് നോക്കുന്ന സമയത്ത് അപ്പം ഈ ഇറുക്കിലിന് ജീവൻ വെക്കും. പിന്നെ എനിക്ക് തന്നെ ഒരു മാറ്റം വരും. ഞാൻ തന്നെ ഒരു ഷോക്കടിച്ച ഒരു ഫീലിംഗാണ് എനിക്ക് ഉണ്ടാവുക. എൻ്റെ ഈ ഒരു വലത് കാലല്ല, ഇടത് കാലിലേക്കൂടെ എന്തോ ഒന്ന് കയറി വരും. പിന്നെ എൻ്റെ ശരീരം മൊത്തം ഞാനത് അറിയും. ബ്ലഡിൽ ഇങ്ങനെ ഭയങ്കര ഒരു സ്പീഡിൽ ഒഴുകിക്കളിക്കും. അത് ഞാൻ അറിയുന്നുണ്ട്, അനുഭവിച്ചറിയുന്നുണ്ട്. ഇത് വെറുതെ അല്ല, ഇതൊരു കള്ളത്തരമല്ല, ഇത് നെഗറ്റീവ് കമൻറ്റ് വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്, സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ഞാനത് അനുഭവിച്ച് തന്നെ, ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പം തന്നെ ഞാനിത് അനുഭവിച്ചറിയുന്നുണ്ട്. ബ്ലഡൊക്കെ ഇങ്ങനെ ഒരു ഇത് പിടിക്കുന്ന സമയത്ത് പ്രത്യേകതരം എന്തോ ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. ഞാനൊരു ഭൂമിയിലേക്ക് കടന്നു വരുമ്പം തന്നെ വെള്ളമുള്ള സ്ഥലം എനിക്ക്
മനസ്സിലാവും. കാരണം എനിക്ക് അങ്ങോട്ടേക്ക് കയറാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ എന്നെ ബാക്കോട്ടേക്ക് തന്നെ വലിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ആ ഭൂമിയിലേക്ക് കയറാനൊരു താല്പര്യം ഉണ്ടാവില്ല. വെള്ളമില്ല ഭൂമിയിൽ മാത്രമേ എനിക്കും ഒരു വാസയോഗ്യമായിട്ട് എനിക്കും പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ഒരു വെള്ളമില്ലാത്ത ഭൂമിയിൽ ജീവിക്കാനും പറ്റാത്ത അവസ്ഥ തന്നെയാണുള്ളത്. അതുപോലെ അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് പാട്ടാണ്. അപ്പൊ ഇപ്പം കലാഭവനിലാണ് ജോഷി എത്തി നിൽക്കുന്നത്. അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയാണ് കലാഭവനിൽ എത്തപ്പെട്ടത്? കലാഭവനിൽ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ അവിടെ എത്തിപ്പെട്ടു. അങ്ങനെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെയായിരുന്നു ഞാൻ കലാഭവനിൽ എത്തിപ്പെട്ടത്. സ്ത്രീകൾ കടന്നു ചെല്ലാൻ മടിക്കുന്ന ഈ ഒരു മേഖലയിൽ വിസ്മയം തന്നെയാണ് ജോഷിയ. അതുപോലെ ഗാനമേള രംഗങ്ങളിലും നാടൻപാട്ട് രംഗങ്ങളിലും സജീവമാണ് ജോഷിയ. എന്തായാലും ഈ കലാകാരിക്ക് ഭാവുകങ്ങൾ നേരുകയാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. എടാട്ട് കണ്ണങ്ങാട് റോഡിൽ നിന്നും ഉൾഭാഗത്തേക്കുള്ള റോഡരികിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഗാർഹിക കണക്ഷനായുള്ള പൈപ്പിൽ നിന്നുമാണ് കുടിവെള്ളം പാഴാകുന്നത്. എടാട്ട് കണ്ണങ്ങാട് റോഡിൽ നിന്നും ഉൾഭാഗത്തേക്കുള്ള റോഡരികിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഒരാഴ്ചയായി ചെറിയ തോതിൽ വെള്ളം ലീക്കായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അമിതമായി ജലം പാഴാകുന്ന സ്ഥിതിയിലായി. കുത്തൂർ മാധവി എന്നവരുടെ വീട്ടിലേക്കുള്ള കുടിവെള്ള പൈപ്പിന്റെ കണക്ഷനിൽ നിന്നുമാണ് ഇങ്ങനെ വെള്ളം പാഴായി പോകുന്നത്. വെള്ളമൊഴുകി റോഡിന് സമീപം ഇപ്പോൾ ചെറിയൊരു തോടായ അവസ്ഥയാണ്. വേനൽ കടുത്തു തുടങ്ങുമ്പോൾ ഇത്തരത്തിൽ കുടിവെള്ളം പാഴാകുന്നത് അധികൃതരെ അറിയിച്ചിട്ടും വേണ്ട നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബോഗൻവില്ല വസന്തം തീർത്ത് പയ്യന്നൂർ തായ്നേരിയിലെ ഒരു അമ്മയും മകനും. ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് കാഴ്ചയുടെ വർണ്ണവിസ്മയം തന്നെയാണ് ഈ ബോഗൻവില്ല പൂക്കൾ സമ്മാനിക്കുന്നത്. ഞാനിപ്പോഴുള്ളത് പയ്യന്നൂർ തായ്നേരി കുറിഞ്ഞി റോഡിലുള്ള നന്ദിനി, യശ്വന്ത് എന്നിവരുടെ വീട്ടിലാണ്. ഇവരിവിടെ ബോഗൺവില്ലയുടെ ഒരു പൂക്കാലം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുറിഞ്ഞി റോഡിൽ പാസ് ചെയ്ത് പോകുന്നവർക്ക് കണ്ണിന് നയന മനോഹരമായൊരു കാഴ്ചയാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റിയായ ബോഗൺവില്ലകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ചെടികൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ ബോഗൺവില്ല സെലക്ട് ചെയ്തത്? ബോഗൺവില്ലയോട് പണ്ടേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. രണ്ടാമത് ഈ ബോഗൺവില്ല പൂക്കൾ ഒരുക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും അത് ഒന്നത്. പിന്നെ അതുപോലെ ബാക്കിയുള്ള ചെടികൾ വെച്ച് നോക്കുമ്പം ഇതിനെ പരിപാലിക്കുന്നത് കുറച്ചും കൂടി എളുപ്പമാണ്. ആ കാരണം കൊണ്ടാണ് ബോഗൺവില്ല വെക്കാൻ കാരണം. പിന്നെ ഇതിൽ വെറൈറ്റി കളേഴ്സ് ഞാൻ പല സ്ഥലത്തും ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് അങ്ങനെ ഇത്രയും ചെടികൾ കൊണ്ടുവന്നതാണ്. വേറെ ഇവിടെ കാണുന്ന ഒരു തരം വ്യത്യാസം എന്താ വെച്ചാൽ സാധാരണ എല്ലാ വീടിൻ്റെയും മതിലിൻ്റെ മുകളിലാണ് ഇത് സ്ഥാപിച്ച് കാണാം. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ ഇത്രയും എണ്ണം ചട്ടികളുണ്ടോ അത്രയും എണ്ണത്തിന് കണക്കായിട്ടുള്ള സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അതും ബാംഗ്ലൂരിൻ്റെ ഒരു സ്വാധീനമുണ്ട്. ബാംഗ്ലൂർ എല്ലാ വീടുകളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ചെടികൾ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് മേലോട്ട് വെക്കുന്ന ഒരു രീതി. അവർ വേറെ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളത് ഇവിടെ ചെയ്യാൻ നോക്കിയത് അങ്ങനെ ഈ സ്റ്റാൻഡ് ഒരാൾ സജസ്റ്റ് ചെയ്യും. അങ്ങനെ കൊണ്ടുവന്ന് സ്റ്റാൻഡ് വെച്ചിട്ട് ഈ ചെടികൾ ചട്ടി അകത്ത് വന്ന് ചെടികൾ മാത്രം പൂക്കൾ മാത്രം പുറത്ത് നിൽക്കുക എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഈ വീട് ഏകദേശം 96 വെച്ചതാണ്. ഈ ചെടി വെച്ച ശേഷം ഒരുപാട് ആൾക്കാർ, അതായത് നിങ്ങളിപ്പോൾ പുതുതായിട്ട് ഈ വീട് വെച്ചതാണോ, ഈ വീട് പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഈ നാട്ടിൽ ഈ ചെടീനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് അറിഞ്ഞത് ഈ ചെടി ഇവിടെ വന്ന ശേഷമാണ്.
അത്രയും ആൾക്കാർ, അതായത് നമ്മളെ സമൂഹത്തിലെ എല്ലാ തരത്തിലെ ആൾക്കാരും നമ്മളെ അതിശയപ്പെട്ടു വരും. ചില ആൾക്കാർ ഇവിടെ വരുമ്പോൾ US ഒരു സയൻറ്റിസ്റ്റ്, അവർ വീട് പട്ടമാറൂല എവിടെയാണ് വീട്, അവരെ അച്ഛൻ്റെ വീട്. അവർ ഒരു ദിവസം രാത്രി ഇവിടെ നടന്നിട്ട് വന്നിരുന്നു. അപ്പോൾ എനിക്ക് അതിശയം തോന്നി. അവരൊരു 3/4 മണിക്കൂർ ഭയങ്കര സ്നേഹത്തിൽ നമ്മളോട് ഈ ചെടീനെ പറ്റിയെല്ലാം ചോദിക്കലും, അവരെ അനിയത്തിയായിരുന്നു ഈ വീടിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് കുറേ തവണ ഇതിനെപ്പറ്റി മനസ്സിലാക്കി, അതിനെപ്പറ്റി ഒരുപാട് ഇഷ്ടത്തോടെ സംസാരിച്ച് പിന്നെ 2-3 തവണ വന്നിരുന്നു. അപ്പോൾ അന്നേരം നമുക്ക് മനസ്സിലായി ഈ ചെടീനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാർ ഈ നാട്ടിലുണ്ട് എന്നില്ല. ഇത്രയും എണ്ണത്തിന് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? ആരൊക്കെയാണ് ഇതിനെ സഹായിക്കുന്നത്? ഈ ശരിക്കും പറഞ്ഞാൽ അമ്മയാണ് വളമിടുന്നത്. വളം നമ്മളെത്രയോ ഇതൊരു പ്രോസസ്സാണ്. അത് ചെടി ഇപ്പം നിങ്ങൾ പൂക്കുന്ന കാണുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മളൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഈ പൂക്കൾ പിടിക്കാനുള്ള വളമിടാൻ തുടങ്ങി. പിന്നെ അതൊരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ പലതരത്തിലെ വളമിട്ടിട്ടാണ് ഈ കാണുന്ന രീതിയിൽ പൂക്കൾ കൊണ്ടുവരുന്നത്. പിന്നെ വെയിലൊരു ഘടകമാണ്. ഇവിടെ ഫുള്ള് വെയിൽ കിട്ടുന്നതുകൊണ്ടാണ് പൂക്കൾ ഇത്രയും നന്നായി വിരിയുന്നു തോന്നുന്നു. ബോഗൺവില്ലയുടെ ഈ വർണ്ണവിസ്മയം വീട്ടിലുള്ളവർക്കും അതുപോലെ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കേരള കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേലം രക്തസാക്ഷി ദിനം ആചരിച്ചു. പെരുമ്പിയിൽ നടന്ന പൊതുയോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേലം രക്തസാക്ഷി ദിനം ആചരിച്ചു. പയ്യന്നൂർ പെരുമ്പിയിൽ നടന്ന പൊതുയോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. സേലം ജയിലിലുണ്ടായിരുന്നു, കാന്തറോട്ട് കുഞ്ഞമ്പു സേലം ജയിലിലുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം അത്ഭുതകരമായി വെടിവെപ്പിൽ രക്ഷപ്പെടുകയാണുണ്ടായത്. വെടിവെപ്പിൽ തൽക്ഷണം കൊല്ലപ്പെട്ടത് 17 പേരാണ്. 17 പേർ അനക്ഷിൽ തൽക്ഷണം കൊല്ലപ്പെട്ടു. തുടർന്ന് വെടിയുണ്ട ഇരുമാറിൽ ഏറ്റുവാങ്ങിയ 5 പേർ ഘട്ടം ഘട്ടമായി കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഏരിയ പ്രസിഡന്റ് T നാരായണൻ അധ്യക്ഷത വഹിച്ചു. KV ബാലകൃഷ്ണൻ, K സതീശൻ, VP പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. പയ്യന്നൂർ ഏരിയയിൽ 54,635 അംഗങ്ങളെ മെമ്പർമാരായി ചേർത്ത പ്രഖ്യാപനം നടത്തി. പരിപാടിയുടെ ഭാഗമായി എല്ലാ വില്ലേജ് കേന്ദ്രങ്ങളിലും പതാക ഉയർത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ടെറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രം ചീമേനി ചെമ്പ്രകാനം ചിത്രശില്പകല അക്കാദമി അങ്കണത്തിൽ 13 രാവിലെ 10:30 സിനിമാ സംഗീത സംവിധായകൻ PS വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രത്തിൽ നിന്നും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകാർക്കും സൗജന്യ നിരക്കിൽ ശില്പങ്ങൾ നൽകുവാൻ സൗകര്യമൊരുക്കിയതായും ഭാരവാഹികൾ അറിയിച്ചു. ചീമേനി ചമ്പ്രകാനത്തെ ചിത്ര ശില്പകലാ അക്കാദമി അങ്കണത്തിലെ ടെറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രത്തിൽ ശില്പരചനകൾ കാണാൻ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 15-ൽ പരം ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ ഉൾപ്പെടെ എത്തിച്ചേരും. 13-ന് വെള്ളിയാഴ്ച രാവിലെ 10:30 സിനിമാ സംഗീത സംവിധായകൻ PS വിദ്യാധരൻ മാസ്റ്റർ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ പ്രമുഖ ചിത്രകാരൻ തിരുവനന്തപുരം കാരക്കമണ്ഡലം വിജയകുമാർ മുഖ്യാതിഥിയാവും. ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട്ട് അധ്യക്ഷത വഹിക്കും. പരിപാടിയിൽ വിവിധ തലങ്ങളിലെ ജനപ്രതിനിധികളും 2 ജില്ലകളിലുമുള്ള ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റുമാരും പങ്കെടുക്കും. വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ആർട്ട് അറ്റ് ഹോം എന്ന പദ്ധതി യാഥാർത്ഥ്യമാകും. വീടായാൽ ഒരു ചിത്രവും ശില്പവും എന്ന പരിപാടി നടപ്പിലാക്കുക എന്നതും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകാർക്കും സൗജന്യ നിരക്കിൽ ശില്പങ്ങൾ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള കരകൗശല രചനശാലകളുടെ ചിത്രശില്പങ്ങളുടെ പ്രദർശനവും വിപണനവും കേന്ദ്രത്തിൽ നടക്കും. ടെറാക്കോട്ട ശില്പങ്ങൾ, ബ്രോൺസ് ശില്പങ്ങൾ, കളിമൺ ശില്പങ്ങൾ, വിവിധതരം ആർട്ടിസ്റ്റിക് പോട്രികൾ, കണ്ടംപററി പെയിന്റിംഗ്, കണ്ടംപററി ശില്പങ്ങൾ, മ്യൂറൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള രചനകളും വിൽപ്പനയ്ക്കുണ്ടാകും. തിരഞ്ഞെടുത്ത 15 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ നേരത്തെ തന്നെ ശില്പനിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്.
ശില്പകലയിൽ കഴിഞ്ഞ 13 വർഷങ്ങൾക്കുള്ളിൽ ദേശീയ അവാർഡുകൾ വാങ്ങിയ 16 കലാകാരന്മാർ ചിത്രശില്പകലാ അക്കാദമിയിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ടെറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രം പ്രസിഡന്റും ശില്പിയുമായ രവീന്ദ്രൻ തൃക്കരിപ്പൂർ, സെക്രട്ടറി പി ആദർശ്, ടി കൃഷ്ണപ്രിയ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ട് കാവ് പുനർനിർമ്മിച്ച കുടക്കാരുടെ വിശ്രമ കേന്ദ്രം സമർപ്പണം നടന്നു. മല്ലിയോടച്ഛൻ ഷിജു മല്ലിയോടന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സമർപ്പണ ചടങ്ങ് നടന്നത്. കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ട് കാവിൽ ഉത്സവകാലങ്ങളിൽ വെള്ളോട്ടുകുടക്കാർക്ക് വ്രതാനുഷ്ഠാനത്തോടെ കഴിയാൻ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം പുതുക്കി നിർമ്മിച്ചതിന്റെ സമർപ്പണം നടന്നു. പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് മികച്ച സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പുനർനിർമ്മിച്ച കുടക്കാരുടെ വിശ്രമ കേന്ദ്രത്തിന്റെ സമർപ്പണം മല്ലിയോടച്ഛൻ ഷിജു മല്ലിയോടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുണിയൻ ശ്രീ പുഴക്കര പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം സമാപിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ഇഷ്ടദേവതയുടെ അനുഗ്രഹം തേടിയെത്തിയത്. കുണിയൻ ശ്രീ പുഴക്കര പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് കളിയാട്ട മഹോത്സവം നടന്നത്. 11-ന് വാഴുന്നോൻ മണികണ്ഠൻ, വേട്ടക്കുരുമകൻ, ഊർപ്പഴശ്ശി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. 12-ന് രാവിലെ മടയിൽ ചാമുണ്ടിയുടെ പുറപ്പാട് നടന്നു. തുടർന്ന് ശ്രീ പെരുമുടിക്കാവ് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഇഷ്ടദേവതയുടെ അനുഗ്രഹം വാങ്ങാനെത്തിയത്. തുടർന്ന് അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാസർഗോഡ് ജില്ലാ ശരീര സൗന്ദര്യ മത്സരം മിസ്റ്റർ ആൻഡ് മിസ് കാസർഗോഡ് തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 16-ന് കാലിക്കടവിൽ നടക്കും. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന 300-ൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് കാസർഗോഡിന്റെ നേതൃത്വത്തിലാണ് ജില്ലാ ശരീര സൗന്ദര്യ മത്സരവും മിസ്റ്റർ ആൻഡ് മിസ് കാസർഗോഡ് മത്സരവും സംഘടിപ്പിക്കുന്നത്. 5 വയസ്സു മുതൽ 100 വയസ്സ് വരെ 9 വിഭാഗങ്ങളിലാണ് ശരീരഭാര നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരമുള്ളത്. പുരുഷന്മാർക്ക് എല്ലാ വിഭാഗങ്ങളിലും മത്സരമുണ്ടെങ്കിലും വനിതകൾക്കായി 2 ഇനങ്ങളിലാണ് മത്സരം. ഫെബ്രുവരി 16-ന് കാലിക്കടവിലെ ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ്, മോഡൽ ഫിസിക്, വുമൺ ബോഡി ബിൽഡിംഗ്, വുമൺ മോഡൽ ഫിസിക് തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം. പി നാരായണൻ, പ്രദീപ് ഹെൽട്ടൺ, പി വി രാജു, കെ പി വി രാജീവൻ, ജോണി ജോസഫ്, ബാബു കുന്നത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.